ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ TP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നന്നേ ചെറുപ്പത്തിലെ RSSലേക്ക് വരികയും ദീർഘകാലം RSS പ്രവർത്തകനായി പ്രവർത്തിക്കുകയും പല ഉത്തരവാദിത്തങ്ങളും പാർട്ടിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്ത അടിയുറച്ച RSS പ്രവർത്തകനാണ് ശ്രീ TP രാധാകൃഷ്ണൻ. സംഘടനയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഉത്തരവാദിത്തമായി തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്ന ആളാണ് ശ്രീ TP രാധാകൃഷ്ണൻ. മഹാരാഷ്ട്രയുടെ ഗവർണർ സ്ഥാനം ഉൾപ്പെടെ ഇതിലെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന അദ്ദേഹം ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ്. എങ്കിലും റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ നോക്കിക്കണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇത്രയും കാലം RSS പിൻപിൽ നിന്ന് BJP ആണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. അത് വിട്ട് RSS തന്നെ മുൻപോട്ട് വന്ന് ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പൊതുവെ RSS പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ആ സംഘടനയുടെ ചട്ടക്കൂട്ടിൽ മാത്രമേ നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് മാറിയിട്ട് RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, തുടർന്നങ്ങോട്ട് ബജറംഗ് ദള്, അങ്ങനെയുള്ള സംഘടനകളൊക്കെ നേതൃനിരയിലേക്ക്, നേതൃസ്ഥാനത്തേക്ക്, അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇത്തരം സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ കുറെ കൂടി ജനകീയനായ, ഏവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരുന്നെങ്കിൽ അത് കുറെ കൂടി നന്നാകുമായിരുന്നു. അദ്ദേഹം മോശക്കാരനായതുകൊണ്ടല്ല, മറിച്ച് പൊതുവെ ഇക്കാലം അത്രയും RSSകാരോടും തീവ്ര ഹിന്ദുത്വവാദികളോടും പൊതുവെ ഒരു അകൽച്ച പാലിച്ചിരുന്നു ദേശീയ മുഖ്യധാര സംഘടനകളും പ്രവർത്തകരും ഒക്കെ. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെയാണ്. NSS കാലം ഇത്രയുമായിട്ടും RSSനെ അതുപോലെ അംഗീകരിക്കാനോ സ്വാഗതം ചെയ്യാനോ NSS പോലെയുള്ള മുഖ്യധാര സംഘടനകൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഉടനെ എങ്ങും തയ്യാറാകുമെന്നും കരുതാൻ വയ്യ. RSS പോയിട്ട് BJPക്ക് പോലും വെരുന്നിയിലേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ ഇപ്പോഴും പ്രവേശനമില്ല. സുരേഷ് ഗോപി പോലും വളരെ വിഷമിച്ച് അവിടെ പോവുകയും ചെയ്യുന്നത്. അദ്ദേഹം NSSന് ഇപ്പോഴും അത്ര തന്നെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയല്ല. അവിടെ പോകാറുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ RSSന്റെ കേരളത്തിലെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സംഘടനയാണ് NSS എന്ന് പറയുന്നത്. അങ്ങനെയുള്ള NSS പോലെയുള്ള സംഘടനകളും സംവിധാനങ്ങളും അല്ലായിരുന്നെങ്കിൽ പണ്ട് തന്നെ BJP കേരളത്തിൽ അധികാരം പിടിച്ചേനെ. അങ്ങനെ ഏവർക്കും സ്വീകാര്യമായ അല്ലെങ്കിൽ സ്വാഗതാർഹമായ ഒരു സംഘടനയെ വളരാൻ തീവ്ര ഹൈന്ദവ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന RSSന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതെന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തെ കൂടി ഇന്ത്യക്ക് ഇനിമേൽ നേരിടേണ്ടി വരികയാണ്. നിയുക്ത വൈസ് പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും.